ഒരു മനുഷ്യൻ നന്മ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആ മനുഷ്യൻ ഫോക്കസ് ചെയ്യേണ്ടത് തിന്മയിൽ നിന്ന് മാറി നിൽക്കാനാണ്. നമ്മൾ ധാരാളം നിസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, ശരിയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ ധാരാളം ഹറാമും ചെയ്യുന്നു, ധാരാളം തെറ്റുകളും ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തില്ലാത്തത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. സുബഹിന് ശേഷമുള്ള ഉറക്ക് ഇത് ഭയങ്കര വിഷയമുള്ളൊരു കാര്യമാണ്. നമ്മൾ കൃത്യമായി പള്ളിയിലേക്ക് വരുന്ന ആളുകളാണ്. സുബഹിന് ജമാഅത്തിന് വരും. ജമാഅത്ത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയി കിടന്നുറങ്ങും. അങ്ങനെ കിടന്നുറങ്ങുന്നതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, അന്നേരം ഉറങ്ങാൻ പാടില്ല. ഷെയ്ത്താൻ എന്ത് ചെയ്യും? ചെവിയിൽ വന്ന് മൂത്രമൊഴിക്കും. മോളെ ഫാത്തിമ എഴുന്നേൽക്കണം എന്ന് പറഞ്ഞ് ഫാത്തിമ ബീവിനക്ക് വിളിച്ച് നീപ്പിച്ച ഒരു സമയമാണ് സുബഹിന് ശേഷമുള്ള സമയം എന്ന് പറയുന്നത്. പക്ഷെ അന്നേരം നമ്മൾ ഉറങ്ങും. എന്നിട്ട് നമ്മൾ സ്വലാത്ത് മജ്ലിസ്ക്ക് 100ഉം 500ഉം കൊടുക്കും. എന്തിന്? അതിൽ ബർക്കത്തില്ല, ഇതിൽ ബർക്കത്തില്ല, അതിനത് വരക്കാൻ വേണ്ടി പറഞ്ഞിട്ട്. അപ്പം നമ്മൾ സുബഹിന് ജമാഅത്തിന് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ജമാഅത്തിൻ്റെ വെളിച്ചത്തേക്ക് എടുത്തുന്ന മറ്റൊരു മണ്ണ് വാരി നമ്മളെ വെളിച്ചത്തേക്ക് ഇടുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ധാരാളം നന്മ ചെയ്യുക എന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് തിന്മയിൽ നിന്ന് മാറി നിൽക്കാനാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പം നന്മ ചെയ്യുക എന്നതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ് തിന്മയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. അപ്പം ഈ തിന്മ എന്ന് പറയുന്നൊരു ശൈത്താൻ്റെ ഭാഗത്തിൽ നിന്നാണ്. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആരാണ് ശൈത്താൻ, എന്താണ് ശൈത്താൻ്റെ പണി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശൈത്താൻ എന്ന് പറഞ്ഞാൽ ശൈത്താൻ്റെ പണി എന്താ? ശൈത്താൻ്റെ പണി പറഞ്ഞാൽ മനുഷ്യനെ പഴപ്പിക്കലാണ് ശൈത്താൻ്റെ പണി. അതിനെക്കുറിച്ച് കാരണങ്ങളുണ്ട്. ഞാൻ ആ കാരണങ്ങളിലേക്ക് കടക്കില്ല. നിങ്ങൾ നോക്കൊണ്ട് ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ എല്ലായിടത്തും ശൈത്താൻ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഒപ്പിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവിടെ നിന്നാണല്ലോ നമ്മൾ ശൈത്താൻ്റെ പേര് കേട്ടു തുടങ്ങുന്നത്. ആ കാലം വരെ സ്വർഗത്തിൽ ദർസ് നടത്തിയിരുന്ന ആളാണ് ശൈത്താൻ എന്ന് പറയുന്ന ആൾ. ഇബ്ലീസ്, ശൈത്താൻ എന്ന് പറയുന്ന ആൾ. ധാരാളം സഹായികളൊക്കെ ഉണ്ട് ശൈത്താൻ. ഞാൻ ആ മേഖലയ്ക്ക് വൈഡായി പോവല്ല. അപ്പൊ ഈ ശൈത്താന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോടും ശൈത്താൻ അടക്കമുള്ള ആളുകളോടും ഒരു കൽപ്പന കൊടുത്തു. എന്താണ് കൽപ്പന? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ നേരത്ത് ശൈത്താന്റെ മനസ്സിൽ വന്ന ചില തോന്നലുകളുണ്ട്. എന്താണ്? എന്നെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്, ആദമിനെ സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മണ്ണിനേക്കാൾ ശ്രേഷ്ഠത തീനാണല്ലോ, അതുകൊണ്ട് ആദമിന് ഞാൻ സുജൂദ് ചെയ്യൂല. പച്ച മലയാളത്തിൽ പറഞ്ഞു കുറ്റെന്ന് പറയും ഇതിന്. എന്ത്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എന്നേക്കാൾ നല്ലൊരു സ്ഥാനം ആദമിന് കൊടുത്തല്ലോ, അതുകൊണ്ട് ആദം എനിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, എനിക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ആദ്യത്തെ ധിക്കാരാണ്. അവിടെ ശൈത്താൻ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിന് നല്ല തീ പിടിച്ചാൽ എന്ത് ചെയ്യുക? അത് അണക്കാൻ എന്ത് ചെയ്യുക? ഒന്നൊരിക്കൽ വെള്ളം ഒഴിക്കും, അല്ലെങ്കിലോ മണ്ണ് വാരിടും. മണ്ണുകൊണ്ട് പെട്ടെന്ന് തീനണക്കാൻ പറ്റും. അപ്പം ഈ ശൈത്താൻ എന്തിച്ചാൽ മതി, മണ്ണ് കൊണ്ട് എന്തുണ്ട്, തീനൊക്കെ എടുത്താൻ പറ്റുന്ന കാര്യമുണ്ട്. അതാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ കണ്ടത്. അങ്ങനെയാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ സുജൂദ് ചെയ്യാത്ത കാരണം കൊണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ആ ചരിത്രം അറിയുന്നതുകൊണ്ടാണ് ഞാനത് വിശദീകരിക്കാത്തത്. സൂറത്തുൽ ബഖറയിൽ വിശദീകരിച്ചുകൊണ്ട് ആ ചരിത്രം മുഴുവനും പറയുന്നുണ്ട്. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അന്നേരം അള്ളാഹുവിനോട് ആര് നടത്തിയൊരു വെല്ലുവിളിയാണ്, ശൈത്താൻ നടത്തിയൊരു കാര്യമാണ്, നിന്റെ മനുഷ്യരെ ഞാൻ എന്ത് ചെയ്യും? പഴപ്പിക്കുന്നുള്ളത്. നിന്റെ മനുഷ്യരെ ഞാൻ പഴപ്പിക്കും എന്നുള്ളത് ശൈത്താന്റെ വെല്ലുവിളിയാണ്. അപ്പൊ ശൈത്താന്റെ പണി ഈ പഴപ്പിക്കല. അന്നേരം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തൊരു മറുപടി ഉണ്ട്. എന്ത്? എനിക്ക് കുറച്ച് കുറച്ച് അടിമകളുണ്ട്. നീ തലകുത്തി നിന്നാലും അവരൊന്നും ചെയ്യാൻ നിനക്ക് കഴിയൂല എന്ന് പറഞ്ഞു. നീ തലകുത്തി നിന്നാലും അവരൊന്നും ചെയ്യാൻ നിനക്ക് കഴിയൂല എന്ന് പറഞ്ഞു. അള്ളാഹു അക്കൂട്ടരെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ശൈത്താന്റെ ഏറ്റവും വലിയ രീതി ചതിക്കുക എന്നുള്ളതാണ് ശൈത്താന്റെ രീതി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സ്വർഗത്തിൽ പോയി പറഞ്ഞില്ലേ, അവിടുന്ന് ഭക്ഷിക്കരുത്. അപ്പൊ ആദം നബിനോട് പറഞ്ഞു, അത് അള്ളാഹ് നിങ്ങളെ പരീക്ഷിച്ചതാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? അത് എടുത്തോളൂ, ആ പഴം നിങ്ങൾ മുറിച്ചോളൂ, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും കഴിച്ചോളൂ. ഞാൻ നിങ്ങളുടെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് പറയാണ്, അല്ലാതെ വേറെ ഒന്നും ഉദ്ദേശിച്ചുകൊണ്ട് പറയില്ല എന്ന് പറഞ്ഞ് മുസ്ഹഫിനെ നടുക്കണ്ടായിട്ടാണ് അഭിനയിച്ചത്? ശൈത്താൻ അഭിനയിച്ചത്. എന്നിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കി അതിൽ നിന്ന് പഴെടുത്തു. ആ കാരണം കൊണ്ട് കുറച്ചു കാലത്തേക്ക് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു. എന്നാൽ ഇവിടെ തന്നെയാണ്
മഹാനായ ഗൗസുൽ ആലം ഷെയ്ഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളുടെ ചരിത്രത്തിൽ കാണാമല്ലോ, ഒരു ദിവസം ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് വലിയൊരു പ്രകാശം പ്രത്യക്ഷപ്പെടുകയും ആ പ്രകാശം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളോട് പറഞ്ഞു, ഇന്നു മുതൽ അള്ളാഹു നിങ്ങൾക്ക് എല്ലാത്തിനെയും അനുവദനീയമാക്കി തന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇന്നു മുതൽ നിങ്ങൾക്ക് കള്ള് അനുവദനീയാണ്, നിങ്ങൾ നിസ്കരിക്കണമെന്നില്ല, വ്യഭിചാരം അനുവദനീയാണ് എന്നൊക്കെ ഒരു പ്രകാശത്തിൻ്റെ രൂപത്തിൽ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഗൗസുൽ തങ്ങൾ പോടാ ഓടുന്ന പറഞ്ഞ ശൈത്താൻ ആട്ടി. അപ്പം അവിടെ ഗൗസുൽ തങ്ങളെ പഴപ്പിക്കാനാണ് ആര് നോക്കുന്നത്? ശൈത്താൻ നോക്കണത്. അവിടെ അല്ലാഹു തആല പറഞ്ഞല്ലോ, എന്ത്, എൻ്റെ കുറച്ച് സ്വാലിഹീങ്ങളായ അടിമകളുണ്ട്, ആ അടിമകളെ തൊടാൻ നിനക്ക് പറ്റൂല എന്ന് പറഞ്ഞത് ഇത്തരത്തിലുള്ള ഷെയ്ഖ് ജീലാനി തങ്ങളെപ്പോലുള്ള ആളുകളാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ ചരിത്രത്തിൽ കാണാമല്ലോ, ഉമർ തങ്ങൾ വരുന്ന സമയത്ത് ഷെയ്ത്താൻ ആ വഴിയിൽ നിന്ന് മാറിപ്പോകുന്ന. അപ്പോൾ ഷെയ്ത്താൻ ഈസ് ഈക്വൽ ടു ചതി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഷെയ്ത്താൻ്റെ പണി എന്താ? മനുഷ്യന്മാരെ ചതിക്കുക, മനുഷ്യന്മാരില്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ചതി എങ്ങനെ തിരിച്ചറിയാം? നമ്മൾ ചില ആളുകളെക്കുറിച്ച് ചില ആളുകൾക്ക് വാണിംഗ് കൊടുക്കും. എന്ത്? ഓനൊന്ന് നോട്ടട്ടോ, ഓനെ വിശ്വസിക്കാൻ പറ്റൂല, ഓനെ ശ്രദ്ധിച്ചോളുണ്ട്, ഓനെ വിശ്വസിക്കാൻ പറ്റൂല എന്ന് പറയും. നല്ല ഉദ്ദേശത്തിലൊക്കെ ആണെങ്കിൽ അതിന് വേറെ, അല്ലെങ്കിൽ ഗീബത്തിൻ്റെ മീബത്തൊക്കെ ആവും, വേറെ വിഷയം. അപ്പോൾ ഇതുപോലെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഷെയ്ത്താനെ മനസ്സിലാക്കുക. ഏത് രൂപത്തിലാണ് ഷെയ്ത്താൻ മനുഷ്യനെ പഴപ്പിക്കുന്നത് എന്ന കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. വഖാലിഫിൻ നഫ്സ വശൈത്വാന വഅസിഹിമാ വഇൻഹുമാ മഹലാ കന്നുസ്ഹ ഫതഹിമീ. ഷെയ്ത്താൻ്റെ ഏറ്റവും വലിയ പണി നമുക്ക് നല്ലതാണ് എന്ന് ചില കാര്യങ്ങൾ ഇങ്ങനെ തോന്നിപ്പിച്ചു തരും, എന്നിട്ട് ആ കാര്യം നല്ലതല്ലായിരിക്കും, എന്നിട്ട് നമ്മളെ കൊണ്ടുപോയി പെടുത്തും. ഇതാണ് ഷെയ്ത്താൻ്റെ പ്രധാനപ്പെട്ടൊരു പണി. നല്ലതാണ് എന്നിങ്ങനെ തോന്നിപ്പിക്കുക. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അത് തോന്നിപ്പിച്ച്, ആ പഴം കഴിച്ചോളൂ, അത് നല്ല തന്നെയാണ്, ഞാൻ നിങ്ങളുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് പറയാണ്, അല്ലാതെ വേറൊരു ലക്ഷ്യം വെച്ച് പറയല്ല, അതുകൊണ്ട് മാത്രം പറയാണ്, കഴിച്ചോളൂ, അതൊന്നും എടുത്ത് കഴിച്ചോളൂ, അല്ലാഹു തആല നിങ്ങളെ പരീക്ഷിച്ചതാണ്, നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് ആ ചതിയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി എത്തിച്ച് നമ്മുടെ മനസ്സിൽ ഇപ്പം നമ്മളെടുത്ത് പറയും, ഇതന്നെയാണ് ശരി എന്ന് പറയും. പക്ഷെ അതായിരിക്കില്ല ശരി. അങ്ങനെ മനുഷ്യനെ പഴപ്പിക്കുന്ന പരിപാടിയാണ് ഷെയ്ത്താൻ്റെ പരിപാടി.